ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ഹൃദയത്തിന്റെ നീറ്റല്, നിന്റെ ഹൃദയത്തിന്റെ പൊറുക്കാനാകാത്ത വിങ്ങല് കാണുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ നീ അത് നിന്റെ ദൈവത്തെ പ്രതി ക്ഷമിക്കുമ്പോൾ സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവം ഇടപെടുകയും നിനക്ക് അതിനെല്ലാം അനുഗ്രഹം നൽകുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ അയൽപക്കക്കാരോട്, നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് ഇതുവരെ നിങ്ങളോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങളും ഈ ദൈവവചനം ശ്രമിക്കുമ്പോൾ യേശുവിനെ പ്രതി നിരുപാധികൾ ക്ഷമിക്കാമെന്ന് മനസ്സിൽ ഉറച്ചു തീരുമാനിച്ചാൽ നിശ്ചയമായും നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന്റെ റിസൾട്ട് കാണാൻ തുടങ്ങും. അവിടെ അതിന്റെ പ്രത്യേകത, ഇത് ദൈവത്തിന് അകലമില്ല. ദൂരത്തിന്റെ കാര്യത്തിലും സമയത്തിന്റെ കാര്യത്തിലും ദൈവം അകലമില്ല. നിങ്ങൾ ഇവിടെ വെച്ചിപ്പോൾ മനസ്സുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന്റെ റിസൾട്ട് ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങളുടെ ഏത് സാഹചര്യങ്ങൾ എന്തായാലും, ഏത് സാഹചര്യങ്ങളാണേലും നിരുപാധികം അവരനോട് ക്ഷമിക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയുണ്ട്. എത്ര അനീതിയാണേലും പൊറുക്കുക. കർത്താവിന്റെ വചനത്തെ പ്രതി ക്ഷമിക്കുക. കർത്താവ് പറഞ്ഞു വചനവിധ, നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. സ്നേഹമാണ് ദൈവം. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരാത്മീയമായ ഒരു ഉയർച്ചയാണ്. അതൊരു ദൈവോത്മകമായി വളർന്ന ദൈവ പൈതലിന് മാത്രം പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് നന്മ ചെയ്യുക, ശപിക്കുന്നവനെ അനുഗ്രഹിക്കുക, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് മനുഷ്യനെ ദൈവോത്മകനാക്കാൻ വേണ്ടിയാ.